എത്തിക്കൽ ഹാക്കിംഗ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ വന്ന് ഡാർക്ക് വെബിൽ എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡാർക്ക് വെബിലോട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റിനെ ഹോസ്റ്റ് ചെയ്യാം, അതാണ് ഈ വീഡിയോയിൽ നോക്കാൻ വന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ ഡെസ്ക്ടോപ്പിൽ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡയറക്ടറിക്കുള്ളിൽ ഞാൻ ഒരു ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഫയലും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഫയലാണ് നമ്മുടെ വെബ് പേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോർ ഇൻസ്റ്റാൾ ചെയ്യണം. തോർ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ഡാർക്ക് വെബിലോട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഡാർക്ക് വെബിൽ ഒരു വെബ്സൈറ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് നിങ്ങൾ തോർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ sudo apt get install tor -y കൊടുക്കുക. ഓക്കെ, അപ്പൊ അന്നേരം നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് തോർ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. തോർ ഇൻസ്റ്റാൾ ആയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് sudo apt get അപ്ഡേറ്റ് കൊടുത്തിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അപ്പൊ എന്തായാലും ഇൻസ്റ്റാൾ ആവും. നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഡയറക്ടറി ഉള്ളിലോട്ട് വേണം. അതെന്ന് പറയുന്നത് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഡയറക്ടറിയാണ്. ആ ഒരു ഡയറക്ടറി ഉള്ളത് ഡെസ്ക്ടോപ്പിലാണ്. അപ്പൊ നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് പോവാം. ഞാൻ ചേഞ്ച് ഡയറക്ടറി ഡെസ്ക്ടോപ്പ് കൊടുത്തു. ls കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറി കാണാൻ പറ്റും. ആ ഒരു ls-r കൊടുക്കാം റിക്കർസീവ് മോഡിന്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഡയറക്ടറിക്കകത്ത് ഒരു ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഫയൽ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോ ക്ലിയർ കൊടുക്കുകയാണ്. നമുക്ക് ആ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഡയറക്ടറിക്കുള്ളിലോട്ട് പോകണം. അതിനുവേണ്ടി cd വെബ്സൈറ്റ് എന്ന് കൊടുത്തു, cd വെബ്സൈറ്റ് എന്ന് കൊടുത്തു. ഇപ്പൊ ആ ls കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതിനകത്ത് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഫയൽ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഇതാണ് വെബ് പേജ് എന്ന് പറയുന്നത്. ഈ ഒരു വെബ് പേജിനെയാണ് ഡാർക്ക് വെബിലോട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഈ ഒരു ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ചെറിയൊരു ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഫയലാണ്, ഒരുപാട് വലുതൊന്നുമല്ല, ചെറിയൊരു വെബ് പേജാണ്. നിങ്ങൾ ജസ്റ്റ് എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. കുറച്ച് സ്റ്റൈലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വെബ് പേജാണ്. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് പൈത്തൺ സെർവർ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു ഏത് ഡയറക്ടറിക്കുള്ളിലാണോ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഫയൽ ഉള്ളത്, ആ ഒരു ഡയറക്ടറിക്കുള്ളിൽ പൈത്തൺ സെർവർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് python 3 -m http ഡോട്ട് സെർവർ python 3 -m http ഡോട്ട് സെർവർ എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു പൈത്തൺ സെർവർ റൺ ചെയ്യുന്ന പോർട്ട് എന്ന് പറയുന്നത് 8000 ആണ്. നമുക്ക് ഫയർഫോക്സിൽ പോയിട്ടൊന്ന് നോക്കാം. ഞാനിവിടെ ലോക്കൽ ഹോസ്റ്റ് 8000 നിങ്ങൾക്ക് കാണാൻ പറ്റും. വെൽക്കം ടു ദ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞൊരു പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ് പേജ്. അപ്പൊ അത് ലോക്കൽ ഹോസ്റ്റ് 8000 എന്ന് കൊടുത്തപ്പോൾ അത് ആ ഒരു വെബ് പേജ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഒരു വെബ് പേജിനെ നമ്മൾ ഡാർക്ക് വെബിന് അതോട് കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡാർക്ക് വെബിൽ ഒരു വെബ് പേജിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഈ ഒരു ടെർമിനൽ മിനിമൈസ് ചെയ്തിടുക. എന്നിട്ട് പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യുക. നമുക്ക് ഇനി ചെയ്യേണ്ടത്, നമുക്ക് ടോറിന്റെ ഡയറക്ടറി ഉള്ളിലോട്ട് പോകണം. അതിനുവേണ്ടി cd etc/etc/tor cd/etc എന്ന് പറഞ്ഞ ഈ ഒരു പാത്തിലോട്ട് വരിക. ഇവിടെ ls കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും tor rc എന്ന് പറഞ്ഞ ഒരു ഫയൽ ഉണ്ട്. ഈ ഒരു ഫയലിനകത്ത് നമുക്ക് കുറച്ച് എഡിറ്റ് വരുത്തേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കേണ്ടത് sudo കൊടുക്കണം, എങ്കിലേ നമുക്ക് എഡിറ്റ് വരുത്താൻ പറ്റത്തുള്ളൂ. sudo nano tor rc. പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് കൊടുക്കുക. ജസ്റ്റ് താഴോട്ട് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ദിസ് സെഷൻ ഈസ് ജസ്റ്റ് ഫോർ ലൊക്കേഷൻ ഹിഡൻ സർവീസസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ദിസ് സെഷൻ ഈസ് ജസ്റ്റ് ഫോർ ലൊക്കേഷൻ ഹിഡൻ സർവീസസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ദിസ് സെഷൻ ഈസ് ജസ്റ്റ് ഫോർ ലൊക്കേഷൻ ഹിഡൻ സർവീസസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് കമന്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ ഒരു ഹിഡൻ സർവീസ് dir എന്ന് പറഞ്ഞ ഒരു ഇത് കമന്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതായത് ഇത് രണ്ടും കമന്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ ഫസ്റ്റ് ലൈനും ഈ ഒരു സെക്കൻഡ് ലൈനും കമന്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് രണ്ടും അൺകമന്റ് ചെയ്യുക. ആ ഒരു ഹാഷ് കളയുക. നെക്സ്റ്റ് നമുക്ക് എഡിറ്റ് വരുത്തേണ്ടത്, ഈ ഒരു 80 മാറ്റണ്ട, നമ്മുടെ പൈത്തൺ സെർവർ റൺ ചെയ്യുന്ന പോർട്ട് അത് മാത്രം നമുക്ക് ഇവിടെ കൊടുത്താൽ മതി. ആ ഒരു പോർട്ട് എന്ന് പറയുന്നത് 8000 ആണ്.
അത് 8000 പോർട്ടിലാണ് റൺ ചെയ്യുന്നത്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 8000 പോർട്ടിലാണ് അത് റൺ ആവുന്നത്. അപ്പം ആ ഒരു 8000 ഇവിടെ കൊടുക്കുക. 80 ഇതൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ലാസ്റ്റിലത്തെ ഈ ഒരു പോർട്ട് മാത്രം 8000 ആക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേളിൽ ഒരു ഡയറക്ടറിയുടെ പാത്ത് കണ്ടില്ലേ, വാർ ലൈബി ലിബ് തോർ ഹിഡൻ സർവീസസ് എന്ന് പറഞ്ഞ വാർ ലിബ് തോർ ഹിഡൻ സർവീസ് എന്ന് പറഞ്ഞ ഈ ഒരു പാത്ത് കോപ്പി ചെയ്യുക. ഇത് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത് കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് cd -ഹൈഫൻ കൊടുക്കുക. അപ്പൊ എവിടെ നിന്നാണോ തുടങ്ങി അവിടോട്ട് വരും. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ടോർ സർവീസ് സ്റ്റാർട്ട് ചെയ്യണം. ടോർ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സുഡോ കൊടുക്കുക. സുഡോ സിസ്റ്റം ctl സ്റ്റാർട്ട് തോർ കൊടുക്കുക. പാസ്വേഡ് വയ്ക്കും, പാസ്വേഡ് കൊടുക്കുക. അപ്പൊ തോർ സർവീസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു കോപ്പി ചെയ്ത പാത്തിലോട്ട് പോകണം. നമ്മൾ നേരത്തെ കോപ്പി ചെയ്തായിരുന്നു, ആ ഒരു പാത്തിലോട്ട് പോകണം. അതിനുവേണ്ടി നമ്മൾ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും പെർമിഷൻ ഡിനൈഡ്. അപ്പൊ നമുക്ക് റൂട്ട് ആക്കേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ സുഡോ എസ് കൊടുക്കുക. സുഡോ എസ് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും cd കൊടുക്കുക. എന്നിട്ട് ആ ഒരു പാത്ത് കൊടുക്കുക. LS കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ഒരു ഫയൽ കാണാൻ പറ്റും. ഈ ഒരു ഫയലിനകത്താണ് ആ ഒരു ഒനിയൻ ലിങ്ക് ഉണ്ടാവുക. അപ്പം അതിനെ നമുക്ക് ആ ഒരു ഒനിയൻ ലിങ്കിനെ നമുക്ക് പ്രിന്റ് ചെയ്യണം. ആ ഒരു ഒനിയൻ ലിങ്കിനെ നമുക്ക് ആ ഒരു ഒനിയൻ ലിങ്ക് എന്താണെന്ന് നമുക്ക് കാണാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ക്യാറ്റ് കമാൻഡ് യൂസ് ചെയ്യാം. ക്യാറ്റ് ഹോസ്റ്റ് നെയിം കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഒനിയൻ ലിങ്ക് നമുക്ക് കിട്ടി. ഇത് അതേപോലെ കോപ്പി ചെയ്യുക. ഈ ഒരു ഒനിയൻ ലിങ്ക് അതേപോലെ കോപ്പി ചെയ്യുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് തോർ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. കണക്ട് കൊടുക്കുക. കണക്ട് ആവാൻ കുറച്ച് കണക്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു കോപ്പി ചെയ്ത ആ ഒരു ഒനിയൻ ലിങ്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്റർ കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഹോസ്റ്റ് ചെയ്ത, അതായത് നമ്മുടെ വെബ് പേജ് ഡാർക്ക് വെബിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഡാർക്ക് വെബിൽ വന്നു. അപ്പൊ ഇങ്ങനെയാണ് ഒരു വെബ് പേജിനെ ഡാർക്ക് വെബിലോട്ട് ഹോസ്റ്റ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു ഒനിയൻ ലിങ്ക് കിട്ടി. ആ ഒരു ഒനിയൻ ലിങ്ക് നമ്മൾ കൊണ്ടുവന്ന് തോർ ബ്രൗസറിൽ കൊടുത്തപ്പോൾ നമുക്ക് നമ്മുടെ ഡാർക്ക് വെബിലുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു വെബ്സൈറ്റിനെ നമുക്ക് കിട്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിനെ ഡാർക്ക് വെബിൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡാർക്ക് വെബിലോട്ട് ഹോസ്റ്റ് ചെയ്യുക, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കിയത്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.